എക്സസൈസ് 12.1-ന്റെ 5th ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. എ ഹെമിസ്പെരിക്കൽ ഡിപ്രഷൻ. അപ്പോൾ ഒരു ഹെമിസ്പെരിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഈസ് കട്ട് ഔട്ട് ഫ്രം വൺ ഫേസ് ഓഫ് എ ക്യൂബിക്കൽ വുഡൻ ബ്ലോക്ക്. ഒരു ക്യൂബിക്കൽ വുഡൻ ബ്ലോക്കിൻ്റെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു ഹെമിസ്പെരിക്കൽ ഡിപ്രഷൻ വെച്ചേക്കുകയാണ്. അപ്പോൾ ആ ക്യൂബ് അത്രയും ഭാഗം കട്ടായിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ such that the diameter L of the hemisphere is equal to the edge of the cube. അതായത് ഓരോ ക്യൂബിൻ്റെ എഡ്ജിനോട് ഈക്വൽ ആയിരിക്കും ഡയമീറ്റർ. കാരണം ഡയമീറ്റർ ഈസ് ദ ലാർജസ്റ്റ് കോർഡ്. ഡിറ്റർമൈൻ ദ സർഫേസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ്. അങ്ങനെയാണെങ്കിൽ ആ വെച്ച ഹെമിസ്ഫിയർ ഒഴിച്ച് ബാക്കി ഏരിയയുടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ആ വെച്ച ഏരിയ ഒരു ക്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമിസ്ഫിയർ വെച്ച് അതിനെ ഇറക്കിയിട്ടാണെങ്കിൽ പിന്നീടുള്ള ബാക്കി ഏരിയയുടെ സർഫേസ് ഏരിയ കണ്ടുപിടിക്കുക. ആ ക്യൂബിലുള്ള സോളിഡ് ഏരിയയുടെ ബാക്കി ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് ഒരു ക്യൂബ്. നോക്കൂ, ഇതിപ്പോൾ ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ഇതിനകത്തോട്ട് ഒരു ഹെമിസ്ഫിയർ പാർട്ട് വെച്ചേക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിന്നീടുള്ള ഇത്രയും ഭാഗം കട്ട് ചെയ്ത് പോയി. പിന്നീടുള്ള ഈ ബാക്കി ഈ ഏരിയയുടെ സർഫേസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഇല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണ് സർഫേസ് ഏരിയ ഓഫ് റിമൈനിങ് പാർട്ടിൻ്റെ സർഫേസ് ഏരിയ ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് ക്യൂബ് അറിയാം. അപ്പോൾ സർഫേസ് ഏരിയ വെച്ചാൽ ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പോൾ TSA ഓഫ് ക്യൂബ് എന്തായാലും വേണം. പക്ഷേ ഏരിയ ഓഫ് സർക്കിൾ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം. ഈ സർക്കിൾ അല്ലെങ്കിൽ ഹെമിസ്ഫിയറിക്കൽ പാർട്ട് ഇതിൽ മുട്ടിയിട്ടുള്ള എന്താണ് സർക്കിൾ പാർട്ടാണ്. അപ്പോൾ ആ സർക്കിൾ പാർട്ട് നമ്മൾ കളയണം. സോ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ പ്ലസ് പിന്നെ ഏരിയ ഓഫ് സർക്കിൾ കുറച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് സർക്കിൾ കുറയ്ക്കുന്നതിന് മുന്നേ ഈ ഏരിയ ഓഫ് സർക്കിൾ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ അതിൽ നിന്നാണ് നമ്മളിത് കുറയ്ക്കേണ്ടത്. TSA ഓഫ് ക്യൂബ് എന്താണ്? 6a². ഇനി ഏരിയ ഓഫ് സർക്കിളോ πr² പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയറോ 2πr². അപ്പോൾ 2πr² പ്ലസ് 3πr² എന്താണ്? 2πr² എന്താണ്? മൈനസ് 3πr². സോ 6a എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്താണ്.